Hi everyone, this is Brito. I would like to talk about the game which happened yesterday, our SAF 2025 final. This happened between Bangladesh team and Indian team. സത്യം പറഞ്ഞാൽ ഗെയിം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. തുടക്കത്തിലെ തന്നെ ഇന്ത്യ ഒരു 20 മിനിറ്റോളം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തായിരുന്നു. ശരിക്കും ഒരു അറ്റാക്കിംഗ് ഡോമിനൻസ് കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു ഗെയിം തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ 8-0 4-0 നമ്മൾ തോപ്പിച്ചായിരുന്നു. പിന്നെ നമ്മൾ സെമിഫൈനൽസ് മാൽഡീവ്സിനെ 3-0 തോപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗെയിം കളിച്ചായിരുന്നു ഇന്ത്യക്ക് ഫൈനലിൽ എന്തുകൊണ്ട് പിഴച്ചു എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ടീം ഇന്ത്യയുടെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അവർ ആ ഒരു 15 മിനിറ്റ്സ് കൊടുത്ത കൗണ്ടർ പ്രസിംഗാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ടീം ഇന്ത്യക്ക് എന്തുകൊണ്ട് ആ ഒരു ഡോമിനൻസ് ത്രൂ ഔട്ട് ദ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് അവരുടെ മൊമെന്റം നഷ്ടപ്പെടുത്തിയതാണ്. അവർ മൊമെന്റ് നഷ്ടപ്പെടാൻ 2 മേജർ കാരണങ്ങളാണ് എനിക്ക് ഈ ഗെയിം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏരിയൽ ബോൾ ക്ലിയറൻസിൽ വരുത്തിയ മിസ്റ്റേക്സുകളാണ്. രണ്ടാമത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് അവർ വരുത്തിയ മിസ് പാസസുകളാണ്. ഇത് കാരണം ഈ ടീം ഇന്ത്യയുടെ കംപ്ലീറ്റ് മൊമെന്റ് നഷ്ടപ്പെടുകയും അത് ബംഗ്ലാദേശ് ടീം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും സാഫ് അണ്ടർ 19 ഫൈനൽ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം ആയിരുന്നു ഇന്നലെ കണ്ടത്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഗെയിം കണ്ടപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടും നിങ്ങൾക്കത് കമന്റ് വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫോളോവേഴ്സ് ഫോർ മോർ. താങ്ക് യു.